ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചസ് കിച്ചൺ. നമുക്കിന്ന് വെണ്ടയ്ക്ക വെച്ചൊരു റെസിപ്പി പരിചയപ്പെട്ടാലോ? ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വെണ്ടയ്ക്ക തോരനോ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയോ ഒന്നല്ല, ഒരു സ്പെഷ്യൽ വെണ്ടയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവാള വേണം, ഒരു ചെറിയ തക്കാളി വേണം, പിന്നെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ ഒരു വറ്റൽമുളക് വേണം. ഇത് ഞാനൊരു 5-8 എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ വേണം, ഉപ്പ് വേണം, ഇതിലേക്ക് വേണ്ട പൊടികൾ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇടണം, പിന്നെ കടുക് വേണം. ഇത്ര സാധനങ്ങളാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈക്ക് വേണ്ടത്. ഇനി ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്കയും സവാളയും തക്കാളിയൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് അരിഞ്ഞിട്ട് വരാം. അപ്പം ഞാനിവിടെ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളി സവാളയൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെണ്ടയ്ക്ക ഇതാ ഈ ഒരു വലുപ്പത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി. ഒരുപാട് വലുതായും പോകരുത്, ഒരുപാട് ചെറുതായും പോകരുത്. പിന്നെ ഞാനിവിടെ സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിക്കുക. ഞാൻ വറ്റൽമുളകൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കുമ്പോൾ നമ്മൾ കടുക് ഇടുക. അതിനകത്തേക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ കടുക് ഇടുക. ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ നന്നായി വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ മതി. ഉപ്പിട്ട് കൊടുത്തേക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായി മൊരിഞ്ഞിട്ടും. സവാള ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. തക്കാളിയും സവാളയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ തക്കാളി സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാണ്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കാണ്. മുളക് പൊടി ഇതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ വറ്റൽമുളക് ചേർത്തേക്കുന്നുണ്ട്. പിന്നെ എരിവിന് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം.
പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. വെണ്ടയ്ക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ വെണ്ടയ്ക്ക് ഇതിനകത്ത് കിടന്ന് നന്നായി വേകണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇത് മൂടി വെച്ച് ഇത് വേവിക്കാം. 5-10 മിനിറ്റ് മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. വെള്ളമൊന്നും ഒഴിക്കരുത്. വെണ്ടയ്ക്കയിലെ വെള്ളം തന്നെ ഇറങ്ങി ഇത് വെന്തോളും. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെണ്ടയ്ക്കയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എണ്ണയിൽ കിടന്ന് അതുപോലെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക ഫ്രൈ ആണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതാണ്.